ഹലോ ഗൈസ്. അപ്പോൾ കുറേ നാളെ ഇതേപോലെ ഒരു വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അത് മാത്രമല്ല കേട്ടോ, കുറേ പേര് ഇങ്ങനെ കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഈ വീഡിയോസൊക്കെ ഒന്ന് വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യുമോ എന്നിങ്ങനെ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആൻസറാണ്. ശരിക്കും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഛർദിലും പനിയും ചുമയും ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 1 വീക്കോളം തന്നെ പോയി. സോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വോയിസ് ഓവേഴ്സ് ഒന്നും വരാഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല. ശരിക്കും അപ്പോൾ നിങ്ങൾ ശരിക്കും ഞാനിപ്പോൾ എന്താ വല്ല വാട്ടർ പാർക്കിൽ പോയോ എന്നൊക്കെ. ഇപ്പോൾ ഞാൻ ഇന്ന് വാട്ടർ പാർക്കിലൊന്നും പോയിട്ടില്ല. ബട്ട് നമ്മൾ കഴിഞ്ഞ വെക്കേഷന് ഞാൻ ഒരു 3 വീക്സോളം കണ്ണൂരാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയ അന്നിട്ടൊരു വ്ളോഗൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ണൂരായിരുന്നു, അതുകൊണ്ട് വീഡിയോസൊക്കെ ഞാൻ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. 3 വീക്സോളം തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും കറൻ്റ്ലി ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ പഴയ പോലെ. അപ്പോൾ സോ അതായിരുന്നു അന്ന് വീഡിയോസൊക്കെ വരാഞ്ഞത്. അപ്പോൾ ശരിക്കും കണ്ടു പോകുമ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്ക് പറശ്ശിനിക്കടവും വിസ്മയിലും ഒക്കെ ഒന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരാതെ. സോ അപ്പോൾ അന്നിങ്ങനെ നമ്മൾ വിസ്മയിൽ പോയിട്ടുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ച് നല്ല ഫണ്ണായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചധികം തന്നെ വീഡിയോസൊക്കെ എടുത്തെങ്കിലും പകുതി മുക്കാലും കുറച്ചൊക്കെ ഡിലീറ്റ് ആയി പോയാൽ മാത്രമല്ല കുറച്ചൊക്കെ വോയിസ് ഓവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലൊരെണ്ണം നോക്കിയിട്ടാണ് ഞാനിപ്പോൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു Q&A ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസും എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിയേ. ഞാനത് റിപ്ലൈ തരത്തില്ല, ബട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് വളരെയധികം തെന്നി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിസ്മയിലായിരുന്നു കേട്ടോ പോയിട്ട്. വിസ്മയ വാട്ടർ തീം പറഞ്ഞല്ലോ, വിസ്മയ വാട്ടർ തീം പാർക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ടിക്കറ്റിൻ്റെ റേറ്റും പ്രൈസും ഒരു 3000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പോയവർക്ക് എന്തായാലും അറിയാൻ പറ്റും. നിങ്ങൾക്ക് അറിയാമെന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരും കൂടി കാണാനൊക്കെ പറ്റുമല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ സ്വിമ്മിംഗ് പൂളിലെ ഈ ഒരു ട്രെയിൻ പോലത്തെ സംഭവം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സ്വിമ്മിംഗ് പൂളും ആ ഒരു റൈഡും ആയിരുന്നു. ബാക്കിയൊന്നും ഞാൻ അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്പെഷ്യലി ഈ മീൻ ഉൾപ്പെടെ. പിന്നെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങളെ കുറച്ച് വെറുപ്പിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒരു മ്യൂസിക് ഇട്ട് അപ്ലോഡ് ചെയ്യാമെന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിസ്മയ വാട്ടർ തീം പാർക്കിൽ പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്നത് ഒരു ഫുൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചെടുത്തെങ്കിൽ ഞാൻ അവിടുത്തെ ഇൻട്രോ തുടങ്ങി പിന്നെ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. പിന്നെ ഫോൺ വേറെടുത്തായി, ഞാൻ വേറെടുത്തായി, അങ്ങനെ എല്ലാം കൂടെ ഒരു അവിയൽ പരുവം പോലെയായി. പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോജസൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഗൈസ് നമ്മൾ എല്ലാ റൈഡിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് ഞാൻ ചെയ്ത് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ പേര് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അമ്പല ദർശനങ്ങളും പാർക്കിൽ പോയിട്ടുള്ള അടിച്ചുപൊളിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആലപ്പുഴയിലെത്തിയത് ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടായിരുന്നു. അന്നേരമായിരുന്നു ഇതൊക്കെ ശരിക്കും ഒന്ന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയുള്ള വീഡിയോ. സോ ബൈ.